വീണ്ടും BJP ഭൂരിപക്ഷം നേടിക്കൊണ്ട് NDA സർക്കാരിലൂടെ രാജ്യത്ത് അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇത് നമ്മൾ തെരുവിലൊക്കെ സംസാരിക്കുമ്പോൾ ആളുകൾ നിരന്തരം, ജനാധിപത്യ വിശ്വാസികളായ ആളുകൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആശങ്കയാണ് രാജ്യത്തിന്റെ ജനാധിപത്യ ഭാവി പൂർണ്ണമായി അസ്തമിച്ചു. വീണ്ടും NDA അധികാരത്തിൽ വരുമ്പോൾ ആ ആലോചന, ആ ആശങ്ക കൂടുതൽ രൂഢമൂലമാവും എന്നാണ് പൊതുവെ കരുതുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. മറിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള മനുഷ്യരുടെ പ്രതീക്ഷയെ കുറെ കൂടെ ഉറപ്പിക്കുന്ന, തിരിച്ചു വരാനുള്ള കരുത്ത്, ദർശനപരത നമ്മുടെ ജനാധിപത്യ ജീവിതത്തിനുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. BJP 400 സീറ്റ് നേടും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പിന്നിൽ പോയി എന്നതിന് പുറത്ത് BJPയുടെ മുഴുവൻ രാഷ്ട്രീയ പദ്ധതികളുടെയും കേന്ദ്രമായ അയോധ്യയിൽ 2018 വരെ ഫൈസാബാദ് ആയിരുന്ന അയോധ്യയിൽ BJP തോറ്റു എന്നുള്ളതാണ്. NDAയുടെ സ്ഥാനാർത്ഥി തോറ്റു എന്നുള്ളതാണ്. BJPയുടെ സ്ഥാനാർത്ഥി തോറ്റു എന്നുള്ളതാണ്. അത് 54,000 വോട്ടിനാണ് എന്നുള്ളതാണ്. BJP തോറ്റത് ദളിത് റെപ്രസെന്റേറ്റീവായ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടാണ് എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ 2024 തിരഞ്ഞെടുപ്പിന്റെ ബാക്കിയായി നിൽക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ട് BJP അയോധ്യയിൽ തോറ്റു? ഞാൻ വിചാരിക്കുന്നു BJP കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കി വന്ന ഹിന്ദുത്വ പ്രോജക്റ്റിന്റെ വികസനത്തെ പറ്റിയിട്ടുള്ള വളരെ പെരിഫറലായിട്ടുള്ള സംവാദത്തിന്റെ മുദ്രാവാക്യങ്ങളുടെ എല്ലാം ആകെ നിക്ഷേപം നടത്തിയ ഒരു മണ്ണാണ് അയോധ്യ. ആ അയോധ്യയിൽ എങ്ങനെ BJP തോറ്റു? അത് 54,000 എന്ന് പറയുന്ന ലല്ലു സിംഗ് എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥി 54,000 വോട്ടിനാണ് സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദ് എന്ന സ്ഥാനാർത്ഥിയോട് തോൽക്കുന്നത്. 54,000 അയോധ്യയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് വലിയൊരു മാർജിനാണ് പരാജയപ്പെടുമ്പോൾ. എന്തുകൊണ്ട് BJP തോറ്റു? എന്തുകൊണ്ട് അയോധ്യ ഒരു പ്രതീക്ഷയാകുന്നു എന്ന ആലോചനയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. BJP വളരെ ഡിവിസീവായ പ്രചാരണം നടത്തി രാജ്യത്തുടനീളം പ്രചാരണം നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് 2024. ഒരുപക്ഷെ നരേന്ദ്രമോദി അടക്കം BJPയുടെ ഏറ്റവും മുൻനിര നേതാക്കൾ തുടങ്ങി പ്രാദേശിക നേതാക്കൾ വരെ നിരന്തരമായ ഛിദ്രാത്മകമായ മതവെറി തുളുമ്പുന്ന പ്രചാരണങ്ങൾ നടത്തിയ ഒരു ഘട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നു അതിന്റെ മുഴുവൻ ഒരു മിനിയേച്ചർ രൂപം എന്ന് പറയുന്നത് ഫൈസാബാദായ അയോധ്യ എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. 2024 ലല്ലു സിംഗ് എന്ന് പറയുന്ന BJPയുടെ സ്ഥാനാർത്ഥിയാണ് ആദ്യമായി BJP NDA 400 സീറ്റ് നേടിക്കഴിഞ്ഞാൽ, BJP ഒറ്റയ്ക്ക് 400 സീറ്റ് നേടിക്കഴിഞ്ഞാൽ നേടി അധികാരത്തിലെത്തിയാൽ ആദ്യം ചെയ്യുന്ന കാര്യം ഈ ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും റിസർവേഷൻ എടുത്തു മാറ്റിയിട്ട് ഇന്ത്യൻ ഭരണഘടനയെ പുതുക്കിപ്പണിയും എന്ന് ആദ്യമായി തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രഖ്യാപിക്കുന്നത് BJPയുടെ അയോധ്യയിലെ സ്ഥാനാർത്ഥിയായ ലല്ലു സിംഗ് ആണ്. അത് ആ പ്രചരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി BJP NDAയുടെ നേതാക്കൾ രാജ്യം മുഴുവൻ നടത്തുന്ന പ്രചരണമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ആ പ്രചരണം നടത്തിയത് BJPയുടെ അയോധ്യയിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ BJP കഴിഞ്ഞ 10 വർഷമായി ഉയർത്തിക്കൊണ്ടുവരുന്ന വികസനത്തെ പറ്റിയിട്ടുള്ള ഉൾക്കനമില്ലാത്ത മുദ്രാവാക്യങ്ങൾ അത് ഏറ്റവും കൂടുതൽ നടന്നത് അയോധ്യയിലാണ്. അയോധ്യയിൽ പുതിയ റോഡുകൾ ഉണ്ടായി എന്നുള്ളതല്ല, റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും മികച്ചതായി എന്നുള്ളതല്ല, അയോധ്യയിൽ പുതിയ വിമാനത്താവളം ഉണ്ടായെന്നല്ല, അയോധ്യയുടെ ഒരു മുഴുവൻ സ്ട്രക്ചർ തന്നെ മാറ്റിപ്പണിഞ്ഞ വർഷങ്ങളാണ് കഴിഞ്ഞു പോയത്. അയോധ്യയിലെ രാമക്ഷേത്രം BJPയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു. അത് അവർ നടപ്പിലാക്കി. അത് ഏറ്റവും ഹിംസാത്മകമായി നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനായിട്ട് അവർ ആഗ്രഹിച്ചു. അവിടെ വലിയ വികസനം വന്നു. അയോധ്യയെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി എന്ന മട്ടിൽ പ്രചരണം വന്നു. എന്നിട്ടും അയോധ്യയിൽ BJP തോറ്റതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ പറയുന്നത് അയോധ്യ കേന്ദ്രമായി വന്ന വികസനം അയോധ്യയുടെ അർബൻ ഏരിയ, അതായത് നഗരപ്രദേശങ്ങളെ മാത്രം സ്പർശിക്കുകയും അതൊരു അൺഈക്വൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയതുകൊണ്ട് തന്നെ അയോധ്യയിലെ ഭൂരിഭാഗം വരുന്ന റൂറൽ ഏരിയകളിൽ, പ്രാദേശികമായ പിന്നാക്കം വരുന്ന പ്രദേശങ്ങളിൽ ആ വികസനത്തിന്റെ യാതൊരുതര ഗുണവും ഉണ്ടാവാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് തന്നെ തോന്നുന്നു നഗരപ്രദേശങ്ങളിൽ വികസനം ഉണ്ടാകുന്നു, അവിടെ വലിയ പട്ടണമായി മാറുന്നു, അവിടെ പുതിയ റോഡുകൾ വരുന്നു, വലിയ വികസന മുദ്രാവാക്യങ്ങൾ വരുന്നു. പക്ഷെ തങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാത്ത വികസനമാണ് എന്ന് അയോധ്യയിലെ ഭൂരിപക്ഷം വരുന്ന റൂറൽ ഏരിയയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് തോന്നി എന്നുള്ളത് ഒരു ആന്റി ഇൻകംബൻസിയായി മാറി എന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കാലത്തും BJP ഉയർത്തിയ മുദ്രാവാക്യം ന്യൂനപക്ഷങ്ങൾക്കെതിരായിരുന്നു നമുക്കറിയാം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരാണെന്ന് നമുക്കറിയാം. അയോധ്യയിൽ 21% OBC കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വോട്ടർമാരാണുള്ളത്, 21% ദളിത് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന വോട്ടർമാരാണുള്ളത്. ഈ വോട്ടർമാരെ മുഖവിലേക്ക് എടുക്കാതെ അവരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന
ചെയ്യാതെ അവർക്കെതിരായ നിരന്തരമായ പ്രചാരണമാണ്, അവർക്കെതിരായ ഡിവിസീവ് പോളിസികളാണ് അയോധ്യയിൽ ലല്ലു സിംഗ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അതിനെ ഏറ്റവും ഭംഗിയായി അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞു എന്നിടത്താണ് സമാജ്വാദി പാർട്ടി അവരുടെ രാഷ്ട്രീയ ജനാധിപത്യ ദർശനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത്. തെരഞ്ഞെടുപ്പ് ശ്രദ്ധിച്ചിട്ടുള്ള, അയോധ്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഈ ലല്ലു സിംഗ് എന്ന് പറയുന്നത് വളരെ മുതിർന്ന BJPയുടെ നേതാവാണ്. മുൻപേ അവിടെ 2 തവണ തുടർച്ചയായി ജയിച്ച നേതാവാണ്. പുള്ളിയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഈ ദേശീയ തലത്തിൽ അറിയപ്പെടാത്ത BJPയുടെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും സോഷ്യൽ മീഡിയ സ്റ്റാറായി നിന്ന സ്ഥാനാർത്ഥി പുള്ളിയാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ താരമായിരുന്നു. പക്ഷേ പുള്ളിയുടെ പ്രശ്നം, പുള്ളി സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായിരിക്കുമ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിലില്ലായിരുന്നു എന്നുള്ളതാണ്. ജനങ്ങളുടെ ഹൃദയത്തിലില്ലാതിരിക്കുകയും സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിരിക്കുകയും ചെയ്തൊരു സ്ഥാനാർത്ഥിക്ക് ബദലായി അദ്ദേഹം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയാണ്, ഭരണഘടന മാറ്റിമറിക്കുന്നതിനെതിരെയാണ്, സാധാരണപ്പെട്ട ദുർബലരായ ജനവിഭാഗങ്ങളുടെ റിസർവേഷൻ എടുത്തു മാറ്റുന്നതിനെ പറ്റിയായിരുന്നു. എന്നിരിക്കെ അതിന് പാരലായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഭിസംബോധന ചെയ്തത് ഗ്രാസ് റൂട്ടിൽ, അടിത്തട്ടിലുള്ള ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങളെയായിരുന്നു. നിങ്ങൾക്ക് അയോധ്യയുടെ വികസനത്തിന് വേണ്ടി ഭൂമിയെടുത്ത മനുഷ്യർക്ക് നഷ്ടപരിഹാരം കിട്ടിയോ എന്നതാണ് അദ്ദേഹം ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. ആ നാട്ടിലെ പഞ്ചായത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ കിട്ടുന്നുണ്ടോ എന്നൊരു വലിയ ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിയത്. അത്തരം അടിത്തട്ട് മനുഷ്യരുടെ പ്രശ്നങ്ങളെ സ്പർശിച്ച് വികസനത്തെ പറ്റിയിട്ടുള്ള ഉപരിപ്ലവമായിട്ടുള്ള പ്രചാരണങ്ങൾക്ക് പുറത്ത് അടിത്തട്ട് മനുഷ്യരുടെ, സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സമാജ്വാദി പാർട്ടി തെരഞ്ഞെടുപ്പിനെ അയോധ്യയിൽ നേരിട്ടത്. അപ്പോൾ ഒരു വശത്ത് വലിയ രീതിയിൽ ദൈവങ്ങളെപ്പറ്റി, ദൈവത്തെപ്പറ്റി, അമ്പലങ്ങളെപ്പറ്റി പ്രചരണം നടക്കും. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് ഞാൻ വിചാരിക്കുന്നത് ജനാധിപത്യത്തിൽ ദൈവങ്ങളെപ്പറ്റിയും അമ്പലങ്ങളെപ്പറ്റിയും പള്ളികളെപ്പറ്റിയും അല്ല പ്രചാരണം നടക്കേണ്ടത്. ദൈവത്തെ പറ്റിയേ അല്ല, അമ്പലങ്ങളെ പറ്റിയേ അല്ല, പള്ളികളെ പറ്റിയേ അല്ല, മറിച്ച് ജനാധിപത്യത്തിൽ മനുഷ്യരെ പറ്റിയാണ് പ്രചരണത്തിൽ നടക്കുന്നത്. മനുഷ്യരാണ് ജനാധിപത്യത്തിന്റെ കേന്ദ്രം, ദൈവമല്ല. ജനാധിപത്യത്തിന്റെ കേന്ദ്രം മനുഷ്യരാണ് എന്നുള്ളതാണ്. മനുഷ്യരെ പറ്റി നടത്താത്ത സംവാദങ്ങളുടെ പേരിലാണ് ഞാൻ വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് പ്രസക്തമാകുന്നു. BJP മനുഷ്യരെ പറ്റി സംവാദങ്ങൾ നടത്തിയതേയില്ല. ഒരറ്റത്ത് നരേന്ദ്രമോദി ഏകനായി ധ്യാന നിമഗ്നനായിരിക്കുന്നു. മണിക്കൂറുകൾ ക്യാമറ കണ്ണുകൾക്കിടയിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന മോദി, മനുഷ്യരെ മോദിയുടെ അടുത്തില്ല. ബദലായി രാഹുൽ ഗാന്ധി ജോഡോ യാത്ര നടത്തുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർ അയാളുടെ അടുത്തേക്ക് വരുന്നു, സെൽഫി എടുക്കുന്നു. അങ്ങനെ ഒരു വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ഇലക്ട്രൽ പ്രോജക്റ്റാണ് ഇരു മുന്നണികൾക്കും ഉണ്ടായിരുന്നത്. അത് അയോധ്യയിൽ കൃത്യമായി പ്രതിഫലിച്ചു എന്നുള്ളതാണ്. വർഗീയതയെപ്പറ്റി, മതത്തെപ്പറ്റിയാണോ മനുഷ്യർ സംസാരിക്കേണ്ടത്, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കേണ്ടത്? മറിച്ച് മനുഷ്യരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന വിഷയങ്ങളെ പറ്റിയിട്ടാണോ, ഭരണഘടനയെ മാറ്റിമറിക്കുന്നതിനെ പറ്റിയിട്ടാണോ നിങ്ങൾ സംസാരിക്കേണ്ടത്? മറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ടത് ഭരണഘടനാ മൂല്യങ്ങളെ, തുല്യതയെ, മതേതരത്വത്തെ, ഭരണഘടനയുടെ സെക്യുലർ സ്വഭാവത്തെ വീണ്ടെടുക്കും എന്നാണോ നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ ബോധത്തിന്റെ, ഏറ്റവും നിരക്ഷരരായ മനുഷ്യരുടെ, അടിത്തട്ടിലുള്ള മനുഷ്യരുടെ ജനാധിപത്യ ബോധത്തിന്റെയും രാഷ്ട്രീയ ബോധ്യത്തിന്റെയും ഒരു വലിയ പ്രഖ്യാപനമാണ്, ഒരു അടിവരയിട്ട സ്റ്റേറ്റ്മെന്റാണ് അയോധ്യയിൽ BJP നേരിട്ട തിരിച്ചടി. തങ്ങളുടെ തന്നെ പദ്ധതികളെ പുനരാലോചനയ്ക്ക് വിധേയമാക്കാൻ BJPയെ ഈ തെരഞ്ഞെടുപ്പിൽ അയോധ്യ നിർബന്ധിതമാക്കും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ലാവണ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു.